ഗുഡ് മോർണിംഗ് ഓൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് എക്സ്പെരിമെൻറ്റ്സ് ആണ്. അതിൽ ആദ്യത്തേത് റിയലൈസേഷൻ ഓഫ് SOP ആൻഡ് POS എക്സ്പ്രഷൻസ് യൂസിങ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. അതാണ് നമ്മുടെ ആദ്യത്തെ വർക്ക്. അപ്പോൾ നമ്മുടെ എയിം തന്നിരിക്കുന്നത് ടു റിയലൈസ് സം ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് സം എക്സ്പ്രഷൻസ് യൂസിങ് യൂണിവേഴ്സൽ ഗേറ്റ്. യൂണിവേഴ്സൽ ഗേറ്റ് ഉപയോഗിച്ചിട്ട് SOP അഥവാ സം ഓഫ് പ്രൊഡക്റ്റ് ടേംസ് എക്സ്പ്രഷൻസും അതുപോലെ പ്രൊഡക്റ്റ് ഓഫ് സം അഥവാ POS എക്സ്പ്രഷൻസും യൂണിവേഴ്സൽ ഗേറ്റ്സ് അഥവാ NAND, NOR എന്നിവ ഉപയോഗിച്ച് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ ആദ്യത്തേത് റിയലൈസേഷൻ ഓഫ് SOP എക്സ്പ്രഷനാണ്. സം ഓഫ് പ്രൊഡക്റ്റ് എക്സ്പ്രഷൻ NAND ഗേറ്റ് ഉപയോഗിച്ചിട്ടും NOR ഗേറ്റ് ഉപയോഗിച്ചിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ആദ്യത്തെ എയിമിലെ ആദ്യത്തെ വർക്ക്. അപ്പോൾ ഈ ഫിഗറിൽ ഇവിടെ NAND ഗേറ്റ് ഉപയോഗിച്ചിട്ടും തുടർന്ന് NOR ഗേറ്റ് ഉപയോഗിച്ചിട്ടും സം ഓഫ് പ്രൊഡക്റ്റ് റിയലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തത് പ്രൊഡക്റ്റ് ഓഫ് സം ആണ്. അതും ഇതുപോലെ തന്നെ NOR ഗേറ്റ് ഉപയോഗിച്ചിട്ടും NAND ഗേറ്റ് ഉപയോഗിച്ചിട്ടും ആ ടേമിലേക്ക് എക്സ്പ്രഷനിലേക്ക് എത്തിക്കുന്ന സർക്യൂട്ടാണ്. അപ്പോൾ ആദ്യത്തേത് സം ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് പ്രൊഡക്റ്റുകളുടെ സം ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, അതാണ് സം ഓഫ് പ്രൊഡക്റ്റ്. അങ്ങനത്തെ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സർക്യൂട്ടാണ്. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് NAND ഗേറ്റ് ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. തുടർന്ന് ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് NOR ഗേറ്റ് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ SOP എക്സ്പ്രഷൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യേണ്ട എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫിഗർ പ്രകാരം y = AB + A bar B bar എന്നാണ്. അഥവാ y = AB + A bar B bar. സം ഓഫ് പ്രൊഡക്റ്റ് ആണ്, പ്രൊഡക്റ്റുകളുടെ സമ്മാണ്. ഇവിടെ രണ്ട് പ്രൊഡക്റ്റ് ടേമുകളുണ്ട്, AB എന്നുള്ള ടേമും അതുപോലെ A bar B bar എന്നുള്ള ടേമും. രണ്ടും പ്രൊഡക്റ്റുകളുടെ ടേമാണ്. നമുക്ക് തന്നിരിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് എയും ബിയും ആണ്. അപ്പോൾ ഈ എയും ബിയുടെയും രണ്ട് വെറൈറ്റി പ്രൊഡക്റ്റ് ടേമുകളാണ് AB + A bar B bar. അതുകൊണ്ട് അതിനെ സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ സം ഓഫ് പ്രൊഡക്റ്റിൽ ഉള്ള ഓരോ ടേമിനെയും മിൻ ടേം എന്നാണ് പറയുന്നത്. അപ്പോൾ AB മിൻ ടേം 1, A bar B bar എന്ന് പറയുന്നത് മിൻ ടേം 2, മിൻ ടേം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ എക്സ്പ്രഷന് നമുക്ക് ഈ ഫിഗർ ഉപയോഗിച്ചിട്ട് എങ്ങനെ എത്താമെന്ന് നോക്കാം. ആദ്യം AB എന്നുള്ള രണ്ട് ഇൻപുട്ടുകൾ അതൊരു NAND ഗേറ്റിലൂടെ കടന്നു വരുമ്പോൾ A.B ഓൾ ബാർ എന്ന് വരുന്നു. ഇവിടെ രണ്ട് നോട്ട് ഗേറ്റുകളുണ്ട്, അഥവാ NAND ഗേറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നോട്ട് ഗേറ്റുകൾ. അതിലൂടെ കടന്നു വരുമ്പോൾ യഥാക്രമം A bar B bar എന്നീ രണ്ട് ടേമാണ് ലഭിക്കുന്നത്. ആ A ബാറും B ബാറും ഇവിടെയുള്ള NANDലൂടെ കടന്നു പോകുമ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. A bar × B bar ഓൾ ബാർ ആണ്. അങ്ങനെ വരുമ്പോൾ A bar = A എന്നും ഇൻറ്റു അല്ലെങ്കിൽ ആ ആൻഡിൻ്റെ ടേം അത് പ്ലസ് ആയിട്ട് മാറുന്നു, കാരണം അതിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. B bar ഉള്ളത് B ആയിട്ട് മാറുന്നു. അങ്ങനെ ഫൈനലായിട്ട് A + B എന്നാണ് അവിടെ ലഭിക്കുന്നത്. ഇനി ഈ രണ്ട് ടേംസും അഥവാ A × B ഓൾ ബാർ പ്ലസ് ആ ടേമും A + B എന്ന ടേമും അടുത്ത ഒരു NAND ഗേറ്റിലൂടെ കടന്നു പോകുമ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. A × B ഓൾ ബാർ ഇൻറ്റു A + B ഓൾ ബാർ ആണ്. അങ്ങനെ വരുമ്പോൾ ഫൈനലായിട്ട് A × B × A + B ഓൾ ബാർ അത്
എ ബാർ ബാർ എന്നുള്ളത് എ ആയിട്ട് മാറുന്നു. ഈ ഇൻറ്റു എന്നുള്ളത് അതും 2 ബാറാണ്, അവിടെ അതും ഇൻറ്റു തന്നെയാണ്. ബി ബാർ ബാർ എന്നുള്ളത് ബി ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. ഇനി ഇവിടുത്തെ ഈ ഇൻറ്റുവിന് വീണ്ടും ബാർ വരുന്നുണ്ട്, അത് പ്ലസ് ആയിട്ട് മാറുന്നു. അടുത്ത ടൈമിലെ എ ബാർ പ്ലസ് ഉള്ളത് ഇൻറ്റു ആവുന്നു, ബി ബാർ. ഫൈനലായിട്ട് ഈ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ ചുരുക്കത്തിൽ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് സം ഓഫ് പ്രൊഡക്റ്റ് ടേം അതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സർക്യൂട്ടായിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതേ എക്സ്പ്രഷന് നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് സെയിം എക്സ്പ്രഷൻ ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ ഫൈനൽ റിസൾട്ട് നോക്കുക. രണ്ടും y = AB പ്ലസ് എ ബാർ ബി ബാർ ആണ്. അത് തന്നെയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്, y = AB പ്ലസ് എ ബാർ ബി ബാർ. അതെങ്ങനെ ലഭിച്ചെന്ന് നോക്കാം. ഇവിടെ എയും ബിയും ആണ് ഇൻപുട്ട്, അത് എ പ്ലസ് ബി ഹോൾ ബാർ ആയിട്ട് വരുന്നു. ഇവിടെ 2 നോട്ടിലൂടെ കടന്നു പോയതിന് ശേഷം അത് എ ബാർ പ്ലസ് ബി ബാർ ഹോൾ ബാർ = എ ബി എന്നുള്ള ടൈമിലാണ് വരുന്നത്. കാരണം എ ബാർ ബാർ എന്നുള്ളത് എ ആയിട്ടും പ്ലസ് ഉള്ളത് ഇൻറ്റു ആയിട്ടും ബി ബാർ ബാർ എന്നുള്ളത് ബി ആയിട്ടും മാറുന്നു. അങ്ങനെ എ ബി എന്ന് ലഭിക്കുന്നു. അത് അടുത്തൊരു നോറിലൂടെ കടന്നു പോകുന്നു. അവിടെ എ പ്ലസ് ബി ഹോൾ ബാർ പ്ലസ് ഇവിടുത്തെ എ ബി എന്നുള്ള ടൈം ഹോൾ ബാറാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ എ ബാർ ബാർ എന്നുള്ളത് എ ആയിട്ടും പ്ലസ് എന്നുള്ളത് 2 ബാർ ആയതുകൊണ്ട് അത് പ്ലസ് ആയി തന്നെ നിൽക്കുന്നു. ബി ബാർ ബാർ എന്നുള്ളത് ബി ആയിട്ടും വരുന്നു. അതിനുശേഷം ഈ പ്ലസ് എന്നുള്ളത് ഇൻറ്റു ആവുന്നു. എ ബാർ ബി ബാർ എന്നുള്ളത് എ ബി ഹോൾ ബാർ എന്നുള്ളത് എ ബാർ പ്ലസ് ബി ബാർ എന്ന രീതിയിൽ വരുന്നു. അങ്ങനെയാണ് ഈ റിസൾട്ട് ലഭിച്ചത്. അത് ഒരു നോട്ട് ഗേറ്റിലൂടെ അഥവാ നോറ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നോട്ട് ഗേറ്റിലൂടെ കടത്തി വിടുമ്പോൾ ഫൈനൽ റിസൾട്ട് ഇതാണ്, എ ബാർ ബി ബാർ പ്ലസ് എ ബി എന്നുള്ള സെയിം റിസൾട്ട് ലഭിക്കുന്നു. രണ്ടിൻ്റെയും ട്രൂത്ത് ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു എക്സോറിന് എന്താണോ ലഭിച്ചിരിക്കുന്നത് അതേ ട്രൂത്ത് ടേബിളാണ്. കാരണം എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് ഒരു എക്സ്നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഒരു എക്സ്നോർ ഗേറ്റിന് എങ്ങനെയാണോ ഔട്ട്പുട്ട് ലഭിക്കുന്നത് ഒരു എക്സോർ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതേ ട്രൂത്ത് ടേബിളാണ്. 2 ഇൻപുട്ടും 0 ആയിരിക്കുമ്പോൾ, അതായത് ഇൻപുട്ട് 2 സെയിം ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് 1, ഇൻപുട്ട് വ്യത്യസ്തമായിരിക്കുമ്പോൾ ഔട്ട്പുട്ട് 0 എന്നുള്ള കണ്ടീഷനിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നു. അപ്പോൾ അതാണ് നാൻഡ് ഉപയോഗിച്ചിട്ടും നോർ ഉപയോഗിച്ചിട്ടും SOP എക്സ്പ്രഷന് ക്രിയേറ്റ് ചെയ്യുന്ന സർക്യൂട്ട്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ POS ആണ്, പ്രൊഡക്റ്റ് ഓഫ് സം ആണ്. അതിൻ്റെ എക്സ്പ്രഷൻ അവിടെ കാണിച്ചിരിക്കുന്നു. y = A പ്ലസ് ബി ഇൻറ്റു എ ബാർ പ്ലസ് ബി ബാർ. ഇതൊരു പ്രൊഡക്റ്റ് ഓഫ് സം എക്സ്പ്രഷനാണ്. ഇതിൻ്റെ ഓരോ ടൈമിനെയും മാക്സ് ടൈം എന്നാണ് പറയുന്നത്. മാക്സ് ടൈം 1, അതുപോലെ മാക്സ് ടൈം 2. ഇവിടെയും ഇതേ പ്രകാരം നാൻഡ് ഉപയോഗിച്ചിട്ടും നോർ ഉപയോഗിച്ചിട്ടും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒരു എക്സോർ ഗേറ്റിൻ്റെ റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ടേബിളാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെയും എ ഇൻറ്റു ഹോൾ ബാറാണ് ഇവിടെ ലഭിക്കുന്നത്. അതിനുശേഷം എ ബാർ ബി ബാർ എന്നുള്ളത് വന്നിട്ട് എ പ്ലസ് ബി എന്ന് വരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ സർക്യൂട്ടാണ്. ഇതുവരെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, സെയിമാണ്. SOPയുടെ സമയത്ത് എ ബി പ്ലസ് എ ബാർ ബി ബാർ എന്ന് ലഭിക്കുന്നു. ഇവിടെ അതിനുശേഷം അതൊരു നോട്ട് ഗേറ്റിലൂടെ കടത്തിവിടുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അഥവാ
നാൻഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നോട്ട് ഗേറ്റ്. അവിടെ നമുക്ക് ഫൈനലായിട്ട് a+b ഇൻറ്റു a ബാർ പ്ലസ് b ബാർ എന്ന പ്രൊഡക്റ്റ് ഓഫ് സമ്മ് എക്സ്പ്രഷൻ ലഭിക്കുന്നു. അതേ എക്സ്പ്രഷൻ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടും അതുപോലെ ചെയ്തിരിക്കുന്നു. രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള ട്രൂത്ത് ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് യൂണിവേഴ്സൽ ഗേറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള SOP അതുപോലെ POS എക്സ്പ്രഷൻസ് റിയലൈസ് ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റ്.